കർക്കിടകം 17-ാം ദിവസം ആരണ്യകാണ്ഡം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. ബാലികേ ശുഗകുല മൗലിമാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടു മടിയാതെ നീലനീരദാനിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദളലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം. ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ. ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാജന മകളോടരുൾ ചെയ്തിടിനാൻ. ബാലികെ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ. രാമനാം പരമാത്മാവാനന്ദരൂപനാത്മാന രാമനദ്വയനേകനവ്യയനഭിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായി എത്രയും സുഖിച്ചു വാണിടിനാനൊരു ദിനം. പ്രത്യുഷസ്യുത്ഥായ തന്നിത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ. പുണ്ഡരീകോദ്ഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനി മണ്ഡല മണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നിയേ പോവാനായി അനുഗ്രഹിക്കണം. പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണമതിനിപ്പോൾ. ഇങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യമത്രിമാമുനി കേട്ടു തിങ്ങിടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു. നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിടുന്നിൽ ആരുള്ളതഹോ തവ നേർവഴി കാട്ടിടുവാൻ. എങ്കിലും ജഗദനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കെന്നവരോടു ചൊല്ലി മാമുനി താനുമൊട്ടു പിന്നാലെ ചൊന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിന്തിരുവടി കനിഞ്ഞങ്ങെഴുന്നള്ളിടണം. അന്തികെ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ
മന്ദം മന്ദം ചെന്നു തൻ വർണ്ണശാല പുക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലമ്മാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോടരുളി ചെയ്തു രാമൻ, ഇന്നതി കടപ്പതിനെന്തു ഭയങ്ങളുള്ളൂ. ഇന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം, മന്നവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും. ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരേറിടാമെന്നവർ ചൊന്നാർ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസ കുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്നാൻ. ചെന്നുടനത്രിപാദം വന്ദിച്ചു കുമാരന്മാർ. ഒന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമധ ഘോരമായുള്ള മഹാകാനനമകം പുക്കാർ. ജില്ലി ജങ്കാരനാദ മണ്ഡിതം സിംഹവ്യാഘ്രശല്യാദി മൃഗഗണകീർണമാദബഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക. ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരീക്ഷകൾ. വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം. നല്ലൊരു ശരമൂരി പിടിച്ചു കൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കേണം വഴിയെ വൈദേഹിയും. പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാ മഹാമായ ശക്തി എന്നതുപോലെ. ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയുമെന്നാലൊരു ഭീതിയുമുണ്ടായി വരാ. ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നോരു ശേഷം. പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലമ്മാറങ്ങൊരു പുഷ്കരിണിയും കണ്ടാർ. കൽഹാരോൽപല കുമുദാംബുജരക്തോൽപലം ഭുല്ല പുഷ്പേന്ദീവര ശോഭിതമച്ഛജലം. തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായ ഭൂതലെ പുനരിരുന്നു യഥാസുഖം. അന്നേരമാശു കാണായി വന്നിതു വരുന്നതത്യുന്നതമായ മഹാസത്വമത്യുഗ്രാരവം. ഉദ്ധൂതവൃക്ഷം കരാളോജ്വലദംഷ്ട്രാനുദം വക്ത്രഗഹ്വരം ഘോരാകാരമാരുണ്യനേത്രം. വാമാംസസ്ഥലന്യസ്ഥശൂലാഗ്രത്തിങ്കലുണ്ടു ഭീമശാർദൂലസിംഹ മഹിഷവരാഹാദി. വാരണ മൃഗവന ഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി. പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചു കൊണ്ടുച്ചത്തിലലറി വന്നിടിനാനതു നേരം. ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടധ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ. കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം.
സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നു കൊള്ളുക ചിത്തമുറച്ചു കുമാരാ നീ. വല്ലഭേ ബാലേ സീതേ പേടിയാകേതുമെടോ, വല്ല ജാതിയും പരിപാലിച്ചു കൊൾവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാണേതുമൊന്നിളകാതെ വന്നുടനടുത്തിതു രാക്ഷസ പ്രവരനും. നിഷ്ഠുരതരാമവനെട്ടാശ പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്തിടി വെട്ടിയിടും നാദം പോലെ. ദൃഷ്ടിയിൽ നിന്നു കനൽ കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ. കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും, ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ. നിൽക്കും നിതസ്ത ഭയം ചാപതൂണീരബാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം. കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറുമതി ബാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചന ഭയം വിനാ ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതുമെന്തൊരു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താൻ ഇക്ഷ്വാകുകുലനാഥൻ മന്ദഹാസാനന്തരം. രാമനെന്നെനിക്കു പേരെന്നുടെ പത്നീവൾ, വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണനെന്നു നാമമിവനും മത്സോദരൻ, പുക്കിതു വനാന്തരം ജനക നിയോഗത്താൽ. രക്ഷോജാതികളാകുമിങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിയുക നീ. ശ്രുത്വാ രാഘവ വാക്യമട്ടഹാസവും ചെയ്തു വക്ത്രവും പിടർന്നൊരു സാലവും പറിച്ചോങ്ങി. ക്രുദ്ധനാം നിശാചരൻ രാഘവനോടു ചൊന്നാൻ, ശക്തനാം വിരാധനെന്നെ നീ കേട്ടിട്ടില്ലേ? ഇത്രിലോകത്തിലെന്നെ ആരറിയാതെയുള്ളതെത്രയും മൂഢൻ ഭവാനെന്നിഹ ധരിച്ചേ ഞാൻ. മൽഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ. നിങ്ങൾക്കു ജീവിക്കയിൽ ആശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവനില്ലാകിലെനിക്കിപ്പോൾ. തിങ്ങിടും വിശപ്പടക്കിടുവേൻ ഭവാന്മാരാൽ. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ. പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങൾ അറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വക്രവും പിളർന്നതി സത്വരം നക്തഞ്ചരനടുത്താനതു നേരം. അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും. ബദ്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാനെയ്തു രാമൻ. രക്തവും പരന്നിതു ഭൂമിയിലതു കണ്ടു ചിത്ത കൗതുകത്തോടു പുണർന്നു വൈദേഹിയും. നൃത്തവും തുടങ്ങിനാരപ്സര സ്ത്രീകളെല്ലാം അത്യുച്ഛം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും. അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണാൻ വന്നിതാകാശമാർഗേ. സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിഭ കാന്ത്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും
രാഘവം പ്രണതാർത്ഥിഹാരിണം ഘൃണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം ഇന്ദിരാരമണമിന്ദിവരദളശ്യാമം ഇന്ദ്രാദിവൃന്ദാരക വൃന്ദവന്ദിത പദം സുന്ദരം സുകുമാരം സുഹൃതി ജനമനോമന്ദിരം രാമചന്ദ്രം ജഗദാമഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ധരാപദേ ദുർവാസാവായ മുനി തന്നുടെ ശാപത്തിനാൽ ഗർഭിതനായൊരു രാത്രിഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ സന്തതമിനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്ത്യാ വാണികൾ കൊണ്ടു നാമ കീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടേണം ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായാത്മാ രാമായ നമോ നമഃ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമഃ ദേവലോകത്തിനു പോവാൻ അനുഗ്രഹിക്കേണം ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടും നിൻ മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായി അംബുജ വിലോചന സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു കൊടുത്തു വരങ്ങളും മുക്തനെന്നിയേ കണ്ടു കിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പൊക്കാൻ ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടിന പുരുഷനു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം രാമലക്ഷ്മണന്മാരും ജാനകി താനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരം പുക്കാർ സാക്ഷാലീശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ടു വീക്ഷ്യ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്ധപക്വാദികളാൽ ആതിഥ്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ടു ശരഭംഗനുമരുൾ ചെയ്തു ഞാൻ അനേകം നാളുണ്ടു പാർത്തിരിക്കും നിതത്ര ജാനകിയോടും നിന്നെ കാൺമതിനാശയാലേ ആർജവ ബുദ്ധ്യാചിരം തപസാ ബഹുതരം ആർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാനവയെല്ലാം മർത്യനാൽ പിറന്നോരു നിനക്കു തന്നീടിനേൻ അദ്യ ഞാൻ മോക്ഷത്തിനായുദ്യോഗം പൂണ്ടേനല്ലോ
നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കിയേ നീ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു ബന്ധവു മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ ചിന്തിച്ചിടുന്നേനന്തസന്തതം ചരാചര ജന്തുക്കളന്തർഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമം ദൂർവാദളശ്യാമളമംഭോജാക്ഷം ചീരവാസസം ജടാമഗൂഢം ധനുർധരം സൗമിത്രിസേവ്യം ജനകാത്മജാ സമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം കുണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശ പദം പ്രാപിച്ചിടിനാൻ തപോധനൻ ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാർ പാകശാസനൻ പദാംഭോജവും വണങ്ങിനാൻ മൈഥില്യ സൗമിത്രിണ താപസഗതി കണ്ടു കൗസല്യതനയനും കൗതുകമുണ്ടായി വന്നു തത്രൈവ കിഞ്ചിത് കാലം കഴിഞ്ഞോരനന്തരം പൃത്രാരി മുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പുക്കാർ ദണ്ഡകാരണ്യ തലവാസികളായ മുനിമണ്ഡലം ദശരഥി വന്നതു കേട്ടു ചണ്ഡദീധിതി കുലജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാൻ രാമലക്ഷ്മണന്മാരും ജാനകി ദേവി താനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ താപസന്മാരും ആശീർവാദം ചെയ്തവർകളോടാ ഭോഗാനന്ദ വിവശന്മാരായി അരുൾ ചെയ്താർ നിന്നുടെ തത്വം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു പന്നഗോത്തമ തൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ ധാതാവർദ്ധിക്യമൂലം ഭൂപാരം കളവാനായി ജാതനായിതു ഭുവി മാർത്താണ്ഡ കുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരത ശത്രുഘ്നന്മാർ ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരത ശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാനെന്നു നൂനം നാനാതാപസകുലസേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോന്നിടണം ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനി ശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനി പർണശാലകൾ കണ്ടാർ അന്നേരം തലയോടും എല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്താ നിത്രയുണ്ടാവാനഹോ തദ്വാക്യം കേട്ടു ചൊന്നാൻ താപസജനം രാമഭദ്ര
നീ കേൾക്ക മുനി സത്തമന്മാരെ കൊന്നു. നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ഇദ്ദേഹമസ്തി വ്യാപ്തമായി ചമഞ്ഞിതു നാഥ. ശ്രുത്വാ വൃത്താന്തമിത്തം കാരുണ്യ പരവശ ചിത്തനായൊരു പുരുഷോത്തമനരുൾ ചെയ്തു. നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലം ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോ നിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസംപൂജ്യമാനനായി വനവാസികളാൽ. തത്ര തത്രൈവ മുനി സത്തമാശ്രമങ്ങളിൽ പൃഥ്വി നന്ദിനിയോടു മനുജനോടും കൂടി സൽസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞിതു. വത്സരം ത്രയോദശമക്കാലം കാണായി വന്നു. വിഖ്യാതമായ സുതീക്ഷ്ണാശ്രമം മനോഹരം. മുഖ്യതാപസകുല ശിഷ്യ സഞ്ചയ പൂർണം. സർവർത്തോ ഗുണഗണ സമ്പന്നമനുപമം. സർവകാലാനന്ദദാനോദയമത്യദ്ഭുതം. സർവപാദ ഫലദാഗുൽമ സംകുലസ്ഥലം. സർവസൽപക്ഷി മൃഗഭുജംഗ നിഷേവിതം. രാഘവനവരജൻ തന്നോടും സീതയോടും ആഗതനായിതെന്നു കേട്ടോരു മുനിശ്രേഷ്ഠൻ. കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ. സംപ്രീതൻ രാമമന്ത്രോപാസനാരദൻ മുനി. സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു. സംപൂജിച്ചരുളിനാൻ അർഘ്യപാദ്യാദികളാൽ. ഭക്തി പൂണ്ട ശ്രുജല നേത്രനായി സഗദ്ഗദം. ഭക്തവത്സലനായ രാഘവനോടു ചൊന്നാൻ. നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിച്ചു ഞാൻ മൽഗുരു നിയോഗത്താൽ. ബ്രഹ്മശങ്കര മുഖ്യവന്ദ്യമാം പാദമല്ലോ നിന്മഹാമായാർണവം കടപ്പാനൊരു പോദം. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ. വേദ്യമല്ലൊരു നാളുമാരാലും ഭവത്തത്വം. ത്വദ്ഭക്ത ഭൃത്യ ഭൃത്യ ഭൃത്യനായിടേണം ഞാൻ. ത്വത്പാദാംഭുജം നിത്യമുൾക്കാമ്പിലുദിക്കണം. പുത്രഭാര്യാർത്ഥ നിലയാന്ധകൂപത്തിൽ വീണു. ബദ്ധനായി മുഴുകിടുമെന്നെ നിന്തിരുവടി. ഭക്തവാത്സല്യ കരുണാ കടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാനിധേ. മൂത്രമാംസാമേധ്യാന്ധ്ര പുൽഗല പിണ്ഡമാകും. ഗാത്രമോർത്തോളമതി കശ്മലമതിങ്കലുള്ളാസ്ഥയാ മഹാമോഹ പാശബന്ധവും. ഛേദിച്ചാർത്തി നാശന ഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം. സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും. ത്വന്മന്ത്രജപരതന്മാരായ ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല. ത്വന്മന്ത്ര ജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും. സേവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ. ദേവപാദപങ്ങളെ പോലെ വിശ്വേശ പോറ്റി.
വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായ തൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ ഭവ വിഷ്ണു രൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം. നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാഞ്ചലം പ്രതി വെവ്വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞുപാസിപ്പൂ ഞാൻ ദയാനിധേ. അദ്യൈവ ഭവച്ചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു മൽത്തബോബലവശാൽ ത്വന്മന്ത്ര ജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാമഗോചരമായൊരു ഭവദ്രൂപം ത്വന്മായ വിഡംബന രചിതം മാനുഷ്യകം മന്മഥ കോടി കോടി സുഭഗം കമനീയം കാരുണ്യപൂർണ നേത്രം കാർമുക ബാണധരം സ്മേരസുന്ദര മുഖമജിനാംബരധരം സീതാസംയുതം സുമിത്രാത്മജ നിഷേവിതം പാദപങ്കജം നീലനീരദ കളേബരം കോമളമതിശാന്തമനന്ത ഗുണമഭിരാമമാത്മാരാമമാനന്ദ സമ്പൂർണാമൃതം പ്രത്യക്ഷമദ്യ മമ നേത്രഗോചരമായോരിത്തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം. മുറ്റിടും ഭക്ത്യാ നാമമുച്ചരിക്കായിടണം മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോറ്റി വന്ദിച്ചു കൂപ്പി സ്തുതിച്ചിടിന മുനിയോടു മന്ദഹാസവും പൂണ്ടു രാഘവനരുൾ ചെയ്തു നിത്യവും ഉപാസന ശുദ്ധമായിരിപ്പൊരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനേ സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. ത്വൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാമർത്യനു വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവുമുണ്ടാം അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ താപസോത്തമാ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ. ഉണ്ടൊരാഗ്രഹം തവാചാര്യനാമഗസ്ത്യനെ കണ്ടു വന്ദിച്ചു കൊള്ളുവാനെന്തദീനാവതിപ്പോൾ തത്രൈവ കിഞ്ചിത് കാലം വസ്തുമുണ്ടത്യാഗ്രഹം എത്രയുണ്ടടുത്തതു മഗസ്ത്യാശ്രമം മുനേ. ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുതീക്ഷ്ണനും അസ്തു തേ ഭദ്രമതു തോന്നിയതിന്നു ഞാൻ കാട്ടുവാനല്ലോ വഴി കൂടെ പോന്നടുത്ത നാൾ വാട്ടമെന്നിയേ വസിക്കേണമിന്നിവിടെ നാം. ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്കപ്പോയി കാണാമല്ലോ. ഇത്തമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം
പ്രീതനാം മുനിയോടും ജാനകി ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഗ്നേ പോയി ചെന്നിതു രാമനഗസ്ത്യാനുജാശ്രമേ ജപം വന്നു സൽക്കാരം ചെയ്താനഗസ്ത്യ സഹജനും വന്യഭോജനവും ചെയ്തന്നവരെല്ലാവരും അന്യോന്യ സല്ലാപവും ചെയ്തിരുന്നോരു ശേഷം ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനന മാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം. കർക്കിടകം 17-ാം ദിവസം സമാപ്തം. നമസ്തേ.